തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരേ ക്ഷേത്രത്തിൽ ഒരേ കള്ളൻ 2 തവണ മോഷണം നടത്തി. ബാലരാമപുരം നൈനാക്കോണത്തെ കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് സംഭവം. CCTV ദൃശ്യങ്ങൾ കൈമാറിയിട്ടും പോലീസ് ഇതുവരെയും പ്രതിയെ പിടികൂടാനായിട്ടില്ല. മൂന്ന് മാസം മുമ്പാണ് ബാലരാമപുരം പുന്നക്കാട് നൈനാക്കോണത്തെ കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യ മോഷണം നടക്കുന്നത്. ക്ഷേത്രത്തിലെ എല്ലാ വഞ്ചികളും കുത്തിത്തുറന്ന് 10,000-ൽ കൂടുതൽ രൂപയും അപഹരിച്ചു. 3 മാസത്തിന് മുമ്പ് നമ്മുടെ ഈ ക്ഷേത്രത്തിലും ഒരു കവർച്ച നടത്തിയിട്ടുണ്ട്. ഏകദേശം 10,000-ന് മുകളിൽ രൂപ കവർന്നുകൊണ്ട് പോയിട്ടുണ്ട്. അത് ബാലരാമ സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. FIR ഇട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല. ആ പ്രതി തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അന്ന് ബാലരാമപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. CCTV ദൃശ്യങ്ങളും കൈമാറി. ഇതിൽ അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് ആവർത്തിക്കുന്നതിനിടയിലാണ് 6-ാം തീയതി പുലർച്ചെ കള്ളൻ വീണ്ടും എത്തിയത്. രാവിലെ ക്ഷേത്രം തുറക്കാനായി എത്തിയവരാണ് മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ കണ്ടയാൾ തന്നെയാണ് നേരത്തെയും മോഷണം നടത്തിയതെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് പൂജയുടെ സമയത്ത് വന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനെ മെയിൻ കാണിക്കാൻ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത്. മെയിൻ ക്ഷേത്രത്തിലെ കാണിക്കാൻ വെച്ച് പൊട്ടിച്ചതായിട്ട് കണ്ടത്. അതിലെയും കാശികളെല്ലാം എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ CCTV നോക്കിയപ്പോഴാണ് അന്ന് വന്ന വ്യക്തി തന്നെയാണ് ഇപ്പോഴും വന്നതെന്ന് അറിയാൻ സാധിച്ചത്. ആദ്യ മോഷണം നടന്ന് 3 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി കമ്മിറ്റിക്കാർ നെയ്യാറ്റിൻകര DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.